പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇപ്പോൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ദൈവത്തെ മനസ്സ് തുറന്ന് സ്തുതിക്കുവാനായിട്ട് കഴിയുന്ന എത്രയോ അനുഭവങ്ങൾ, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, ഒരു പുസ്തകത്തിൽ എഴുതി തുടങ്ങിയാൽ എഴുതി തീർക്കുവാനായിട്ട് കഴിയാത്ത നിലവാരത്തിൽ, എവിടെ അവസാനിപ്പിക്കണമെന്ന് പറയുവാൻ കഴിയാത്ത നിലവാരത്തിൽ അത്രത്തോളം നന്മകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ ഇന്ന് പകലിൽ നിരവധി ആവശ്യങ്ങളുടെ മധ്യത്തിൽ നാം നിൽക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ ദിവസത്തിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ദൈവാലയത്തിൽ കടന്നു പോകുവാനും ഒക്കെ നാം ഒരുങ്ങി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി, ആവശ്യങ്ങളെയൊക്കെ ഒന്ന് അല്പനേരത്തേക്കൊന്ന് മാറ്റിവെച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരല്പസമയം ചിലവിടുവാനായിട്ട് കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുകയാണ് ആ സ്തുതിയുടെ ശബ്ദങ്ങൾ ഈ അന്തരീക്ഷത്തിലെ പാളികളെ ഒക്കെ ഭേദിച്ചുകൊണ്ട് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കാതുകളിൽ അത് മുഴങ്ങി കേൾക്കത്തക്ക വിധത്തിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സ്വരമായി അത് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായി നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ഇന്ന് പകലിൽ അല്പം കൂടെ ഒന്ന് ദൈവത്തെ അറിഞ്ഞ് സ്തുതിക്കുവാൻ, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് തയ്യാറാകാം. നമ്മുടെ ദൈവത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പേരാണ് എബനേസർ. ആ എബനേസർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇത്രത്തോളം യഹോവ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമ്മുടെ ദൈവം നമ്മെ വഴി നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നിരിക്കുകയാണ്. പിശാച് പലപ്പോഴും നമ്മെ നാശത്തിലേക്ക് തള്ളിയപ്പോഴും ദൈവം തൻ്റെ കരങ്ങൾക്കുള്ളിൽ നമ്മളെ താങ്ങി. നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭവനത്തെ ഒക്കെ ദൈവം താങ്ങിയ അനുഭവങ്ങൾ ഓർത്തൊന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തയ്യാറാകാം. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനത്തിൽ ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ദാവീദ് രാജാവ് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള വാചകം നമുക്ക് കാണാം. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്നാൽ, യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാർ, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. പ്രിയരെ, ദൈവസന്നിധിയിൽ നാം ദൈവത്തിൻ്റെ തികഞ്ഞ സാന്നിധ്യത്തിനകത്ത് പ്രവേശിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മനോഭാവം ഇതുപോലെയായി മാറ്റപ്പെടും. ഇത്രയും മഹത്വവാനായ ദൈവം, ഈ ലോകത്തെ നാം ഇന്ന് കണ്ണു തുറന്ന് കാണുവാനായിട്ട് കഴിയുന്ന സകലത്തെ എന്നല്ല, നമുക്ക് കാണുവാനായിട്ട് കഴിയാത്ത എല്ലാത്തെയും മനോഹരമായി സൃഷ്ടിച്ച സർവശക്തനായിട്ടുള്ള, സർവജ്ഞാനിയായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള ദൈവം, ഇത്രയും വലിയൊരു ദൈവം നമ്മെ കണ്ടെത്തുവാൻ, നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ, നഷ്ടപ്പെട്ടു പോയ ആടുകളായിരുന്നു നമ്മുടെ അടുക്കലേക്ക് തൻ്റെ സ്നേഹമാർന്ന കരവുമായി ഇറങ്ങി വന്ന ആ ദൈവസ്നേഹത്തെ നമുക്ക് എപ്രകാരം വർണ്ണിച്ച് തീർക്കുവാനായിട്ട് കഴിയും. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആർ, എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്, എൻ്റെ ഗൃഹവും എന്തുള്ളൂ. അങ്ങനെ പറയത്തക്ക വിധത്തിൽ എത്രയോ അത്ഭുത സാക്ഷ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം അത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ദൈവസന്നിധിയിൽ ഒരു താഴ്മയുള്ള ഹൃദയത്തോടെ അപ്പാ എല്ലാറ്റിനും നന്ദി എന്ന് പറയുന്ന ഒരു ശബ്ദം അത് ദൈവം കൊതിക്കുന്നുണ്ട്. ദൈവം തന്നെ ഇപ്രകാരം പറയുന്ന ഒരു വാചകം നമുക്ക് ഇതേ അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ കാണാം. ആകയാൽ നീ എൻ്റെ ഭൃത്യനായ ദാവീദിനോട് പറയേണ്ടതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കുമ്പോൾ തന്നെ എടുത്തു. ഇനിയും കാണാം, നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു, നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്ക് ഉണ്ടാക്കും. ഒരിക്കൽ ദാവീദിൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉദിക്കുകയാണ്. ഞാനിതാ ഇസ്രായേലിൻ്റെ രാജാവായി ഇത്രയും നല്ല സുഖ സൗകര്യങ്ങളോടുകൂടെ ദൈവദാരു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹരമായ കൊട്ടാരത്തിൽ പാർക്കുകയാണ്. പക്ഷേ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇരിക്കുന്ന പെട്ടകം ഇരിക്കുന്നത് ഇതാ ഒരു കൂടാരത്തിനകത്താണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഒരു ആലയം പണിയണമെന്നുള്ള ആഗ്രഹം, അങ്ങനെ ഒരു ആവശ്യം ദാവീദിൻ്റെ ഹൃദയത്തിൽ ഉദിച്ചു വരികയാണ്. ദാവീദ് ഇക്കാര്യം നാഥാൻ പ്രവാചകനോട് പറയുകയും നാഥാൻ ആദ്യമായി ദാവീദിന് അതിനുള്ള പെർമിഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും
നാഥാനോട് ദൈവം വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഈ കാര്യം. അതായത് ദാവീദിനെ ഈ പുൽപ്പുറത്ത് നിന്ന് തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് പിടിച്ചെടുത്ത് ഒരു രാജാവാക്കി മാറ്റിയ കാര്യങ്ങളൊക്കെ നാഥാൻ പ്രവാചകനോട് ദൈവം ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ദൈവം ഓർപ്പിച്ച ആ കാര്യങ്ങൾ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുമ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് നാം പ്രാരംഭമായി വായിച്ചത്. ദാവീദ് പറയുന്നത് പോലെ, ദൈവമേ, ഞാൻ എന്തുള്ളൂ? ഇത്രത്തോളം അവിടെ നിന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗൃഹവും എന്തുള്ളൂ? പ്രിയരെ, ഒരു പക്ഷേ ഇതുപോലെ പല ആഗ്രഹങ്ങൾ, പല ഐഡിയകൾ, പല പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായിട്ടുണ്ടായിരിക്കാം. പല ആവശ്യങ്ങളുടെ മുമ്പിലായിരിക്കാം നാം ആയിരിക്കുന്നത്. പക്ഷേ ദൈവം ഇന്ന് പകലിൽ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാനിതാ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി ഇറങ്ങി വരുവാൻ പോകുന്നു എന്നുള്ളതിനേക്കാളുപരി നന്ദിയുള്ള ഹൃദയത്തോടെ നീ നടത്തിയ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നീ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ, നീ ദൈവത്തിന് നന്ദി കരയറ്റുവാനായിട്ട് തയ്യാറാകുമ്പോൾ, നീ ദൈവത്തെ മനസ്സ് തുറന്ന് സ്നേഹത്തോടുകൂടെ അപ്പ എന്ന് വിളിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ നിന്റെ സ്വരം എൻ്റെ അടുക്കലേക്കെത്തും. ഞാൻ നിനക്ക് വേണ്ടി നന്മകളുടെ വഴികൾ തുറന്നു തരും. മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ദൈവം ദാവീദിനെ വെറുതെ വിടുകയല്ലായിരുന്നു. ഇതിനൊരു സൊല്യൂഷൻ കൂടെ ദാവീദിന് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണ് ദൈവം പറയുന്നത്? നിനക്ക് ശാശ്വതമായിട്ടുള്ള ഒരു രാജ്യത്വം ഞാൻ തരും. നിന്റെ സന്തതികളിൽ ഒരുവൻ എനിക്ക് വേണ്ടി ആലയം പണിയും എന്ന് പറഞ്ഞ് ദാവീദിനെ ദൈവം ബലപ്പെടുത്തുന്നത് കാണാം. മാത്രമല്ല, യേശുവിലേക്ക് വഴിതെളിക്കുന്ന പ്രവാചക ശബ്ദങ്ങൾ കൂടെ ദാവീദിനെ കേൾപ്പിച്ചുകൊണ്ട് സന്തുഷ്ടവാനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് നമുക്ക് ആ ഭാഗത്തൊക്കെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകലിൽ മനസ്സ് തുറന്ന് ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തയ്യാറായട്ടെ. 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു പേരാണ് എബനേസർ എന്നുള്ളത്. ഇന്ന് പകലിലും അവൻ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ ഇനിയും കൊണ്ട് ചെല്ലേണ്ടിടത്ത് കൊണ്ട് ചെന്ന് എത്തിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അപ്പോൾ തന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇതായിരിക്കാം, ദൈവമേ, ഇനിയും ഒരുപാട് ദൂരം എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഞാനിത് ക്ഷീണിച്ചു വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു, ഇനി എങ്ങനെയെന്ന് ഈ ചോദ്യങ്ങളുടെ മധ്യത്തിൽ താങ്കളായിരിക്കുന്നുണ്ട് എങ്കിൽ ചില വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളുടെ കാലുകൾക്ക് ദൈവം ബലം പകരുവാനായിട്ട് പോവുകയാണ്. ഉന്നതികളിൽ നിങ്ങളെ എത്തിച്ച് ബലം പകർന്ന കാലുകളുമായി ഓടിച്ചാടി ഉന്നതികളിലെത്തി തിരിഞ്ഞു നോക്കി ദൈവത്തെ സ്തുതിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ഭാവി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു തരുവാനായിട്ട് പോവുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ വചനം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പലരും ക്ഷീണിച്ചും തളർന്നും മടുത്തുമൊക്കെ ഇരിക്കുന്ന ഈ ലോകത്തിൽ നാം പാർക്കുമ്പോൾ തന്നെ നിങ്ങൾ കാത്തിരിക്കുവാനായിട്ട് തയ്യാറായാൽ, ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുവാനായിട്ട് തയ്യാറായാൽ, പറഞ്ഞതുപോലെ നന്ദിയുള്ള ഹൃദയത്തോടെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തിൽ തന്നെ കാത്തിരിക്കുവാനായിട്ട് തയ്യാറായാൽ, കഴുകന്മാരെ പോലെ പറന്നുയരുന്ന ദിവസങ്ങൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ തരുവാനായിട്ട് പോവുകയാണ്. ആ ഉന്നതങ്ങളിൽ ആ ദൈവീക നന്മകളുടെ അനുഭവത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കി നന്ദി പറയത്തക്ക വിധത്തിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി പറയുന്ന മനോഹരമായിട്ടുള്ള ശബ്ദം ഇപ്രകാരമാണ്: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കായി പ്രിയം വയ്ക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇതുപോലുള്ള അവസരം ദൈവം ഒരുക്കുവാനായിട്ട് പോവുകയാണ്. നിര്യാണകാലം അടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് പോവുകയാണ് എന്ന് ദൈവം നമുക്ക് ബോധ്യം തന്നതിന് ശേഷം തിരിഞ്ഞു നോക്കി, അയ്യോ,
ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുവാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി ആ കിരീടത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രത്യാശയുടെ ദിവസങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ തരുവാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ഓട്ടം അവസാനിച്ചിട്ടില്ല. ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം ഓടുവാൻ, ആ പ്രത്യാശ കാക്കുവാൻ, ആ വിശ്വാസം കാക്കുവാൻ, ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദൈവത്തിനോടൊപ്പം ഒരുമിച്ച് യാത്ര ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം യഹോവ നമ്മളെ സഹായിച്ചു. ആ എബിനേസറായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, മനസ്സ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ വിശുദ്ധ ദിവസത്തിൽ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.